ആ നിങ്ങൾ കാണാറേ അല്ല ഇനി ആ ഷമീറിനെ കണ്ടിട്ട് തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നല്ലോ. എന്താ തമ്മിലുള്ള പ്രശ്നം? ആ ഷമീർ പറ്റില്ലേ, അത് ഞാൻ പറഞ്ഞതാ. അത് തരാം. അതെ, ഞാനും ഓനും അത്രയും കമ്പനിയല്ലേ. ഓൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണം. കൈക്കൽ കുട്ടീനെ മാതിരി എല്ലാ കാര്യത്തിനും ഓനുള്ള എല്ലാ കാര്യത്തിനും ഞാൻ വേണം. എന്നിട്ടോ കഴിഞ്ഞ ദിവസം ഓൻ്റെ ആടെ നോമ്പോറുണ്ടായി. എന്നാ ഓൻ നമ്മളോടൊന്ന് പറയാ നോമ്പോറുണ്ടെന്ന്. അവൻ കൂടി പറയാണ്ട് നമ്മളെന്തിനാ അവനോട് മൈൻഡ് വെച്ചെടുക്കുന്നത്? അതാ കാര്യല്ലേ. അതേതായാലും സംഭവം മോശമാണ്. പക്ഷെ ഓനോട് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഈ തീരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതായാലും ഓനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ ചെയ്തത് മോശമാണല്ലോ. ആ ഷമീറേ, ഞാൻ റഫീഖിനും കണ്ടിരുന്നു. അപ്പം എന്നോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരെ മൈൻഡ് ചെയ്യുന്നില്ലാന്നൊക്കെ. അപ്പം ഞാനോട് പറഞ്ഞു. പക്ഷേ ഓനും പറഞ്ഞു എൻ്റെ വീട്ടിൽ കഴിഞ്ഞ നോമ്പറൊക്കെ ഉണ്ടായിട്ട് ഇനി അവനോട് വരുന്നു പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ. ഇനി ഒന്നും പറയണ്ടോ അവനോട്? അങ്ങനെ നടക്കുന്നതല്ലേ. ആണോ? അപ്പം എനിക്കത് ഓനോടൊന്ന് പറഞ്ഞുകൂടെ? പ്രശ്നമല്ലല്ലോ. പറഞ്ഞാൽ അവന് മനസ്സിലാവൂലേ? ശരി എന്നാലും ഞാൻ പറയാം. എടാ, അത് സംഭവം എന്താണെന്നറിയാമോ? ഓൻ്റെ വീട്ടിൽ നോമ്പറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറയൊന്നുമല്ല. ഓൻ്റെ പെങ്ങളും അളിയനൊക്കെ വന്നപ്പോൾ ഒരു കുടുംബക്കാർ മാത്രമുള്ള ചെറിയൊരു തുറയാണ്. അപ്പോൾ ആ കൂടുതലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോറടിക്കുന്നു ഓനറിയാം. ചെങ്ങും നമ്മളെ കമ്പനിക്കായാലും തുറന്ന് വേറെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാവും എന്നോട് പറയാതെന്ന്. എന്നാലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഞാനെങ്ങനെ അതറിയാല്ലാണ്ട്? അത് ശരിയാണ്, ഓൻ എന്നോട് പറയാനും. പക്ഷെ അതുപോലെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് ഓനോടൊന്ന് ചോദിക്കാനും. ഇത്രയും ദിവസം ഇങ്ങനെ നടക്കുമ്പേ എനിക്ക് ഓനോട് ചോദിക്കുക, അല്ല ഇനി ഇങ്ങനെ നമ്പർ വെച്ചിട്ടെങ്കിൽ എന്തുകൊണ്ടോ പറഞ്ഞാൽ ചോദിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ നടക്കുന്നതല്ലേ. അതിങ്ങും ചെയ്തില്ല. അതിപ്പം ഞാനെങ്ങനെ ഓനോട് ചോദിക്കാം? എടോ, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുനടക്കരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ വലിയ പകയായിട്ട് മാറും. മനസ്സിലായോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുക. എന്നാൽ പിന്നെ ആ പ്രശ്നം അതോടുകൂടി തീരും. അതേ സ്ഥാനം നമ്മൾ സംസാരിക്കാതെ തന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്ന് പകയായി, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായി, പിന്നെ അവസാനം ആ ബന്ധങ്ങൾ തന്നെ ഇല്ലാതായി പോകും. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്?